എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ കൺട്രോൾ ക്യാബിനറ്റിന്റെ ഡിസൈൻ ലേഔട്ട്, റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റുന്ന ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ, സ്റ്റാർട്ടറിനായുള്ള കൺട്രോൾ ഘടകങ്ങൾ, വയറിംഗ് ആക്സസറികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾ റൊട്ടേഷൻ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കൺട്രോൾ പവർ സർക്യൂട്ട് വരയ്ക്കുക, കൺട്രോൾ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്തുക, ഡിൻ റെയിലും ആക്സസറീസും മൗണ്ട് ചെയ്യുക, ആക്സസറികൾ വയറപ്പ് ചെയ്യുക, റൂട്ടിംഗ്, ബഞ്ചിങ്, ടൈയിങ് എന്നിവയിലൂടെ വയറിംഗ് ക്രമീകരിക്കുക, റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായി കൺട്രോൾ പാനൽ പരിശോധിക്കുക എന്നിവ പഠിക്കും. ഇതിനായി ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, സ്ക്രൈബർ 100 mm ഒരെണ്ണം, ഹാക്സ് ഓഫ് ഫ്രെയിം വിത്ത് ബ്ലേഡ് 300 mm ഒരെണ്ണം, ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ 6 mm കപ്പാസിറ്റി ഒരെണ്ണം, HSS ഡ്രിൽ ബിറ്റ് 6 mm ആൻഡ് 3 mm ഒരെണ്ണം, റൗണ്ട് നോസ് പ്ലയർ 150 mm ഒരെണ്ണം, ക്രിമ്പിംഗ് ടൂൾ 200 mm ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, മെഗർ 500 വോൾട്ട് ഒരെണ്ണം, കോൺടാക്ടർ 4 പോൾ 16 ആംപ്സ് 200 വോൾട്ട് 5 എണ്ണം, ടൈമർ ഒരെണ്ണം, പുഷ് ബട്ടൺ പച്ച ചുവപ്പ് 1 വീതം, ഇൻഡിക്കേറ്റർ ലാമ്പ് ഹോൾഡറോടുകൂടി 5 എണ്ണം, ഓവർലോഡ് റിലേ 0 to 15 ആംപ്സ് 415 വോൾട്ട് ഒരെണ്ണം, MCB 3 പോൾ 25 ആംപ്സ് 415 വോൾട്ട് ഒരെണ്ണം, റേസ് വേസ് 2 മീറ്റർ, ഡിൻ റെയിൽസ് 1 മീറ്റർ, വയർ ക്ലിപ്സ് 4 എണ്ണം, ടെർമിനൽ കണക്ടേഴ്സ് ആവശ്യാനുസരണം, വയർ ഫെറിയൂൾ ആവശ്യാനുസരണം, ഗ്രോമെറ്റ്സ് ആവശ്യാനുസരണം, ലഗ് ഓർ തിമ്പിൾ ആവശ്യാനുസരണം, കേബിൾ ബൈൻഡിംഗ് സ്ട്രാപ്സ് ആൻഡ് ബട്ടൺസ് 10 മീറ്റർ, നൈലോൺ കേബിൾ ടൈസ് 15 എണ്ണം, PVC 1.5 സ്ക്വയർ മില്ലിമീറ്റർ കോപ്പർ കേബിൾ 660 വോൾട്ട് ആവശ്യാനുസരണം, അസോർട്ടഡ് സൈസ് ബോൾട്ടും നട്ടും ആവശ്യാനുസരണം. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് മോട്ടറിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷൻ മാറ്റുന്ന സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വൈദ്യുത മോട്ടോറുകൾക്ക് റൊട്ടേഷന് സാധ്യമായ 2 ഡയറക്ഷൻസ് ഉണ്ട്, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ഇവ ഫോർവേഡ്, റിവേഴ്സ് റൊട്ടേഷൻ എന്നും അറിയപ്പെടുന്നു. ഒരു ഇലക്ട്രിക് മോട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ റൊട്ടേഷൻ അതിൻ്റെ നിർമ്മാതാവിൻ്റെ രൂപകൽപ്പനയെയും ഉദ്ദേശിച്ച പ്രയോഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ പ്രധാന ഇൻപുട്ട് ലൈനിലെ കണക്ഷനുകൾ മാറ്റുന്നതിലൂടെയോ മെയിൻ ഡെൽറ്റ കോൺടാക്റ്റുകളുടെ ഔട്ട്പുട്ട് കണക്ഷനുകളിലോ മാറ്റാവുന്നതാണ്. ആദ്യമായി ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ചിനുള്ള കൺട്രോൾ പവർ സർക്യൂട്ട് ഡയഗ്രാം വികസിപ്പിക്കേണ്ടതുണ്ട്. കൺട്രോളും പവർ സർക്യൂട്ടും വരച്ച് കൃത്യത പരിശോധിക്കുക. ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷനുള്ള കൺട്രോൾ സർക്യൂട്ടിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമിൽ ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷനായി സർക്യൂട്ട് അടയ്ക്കുന്നതിന് ഞങ്ങൾ നോർമലി ഓപ്പൺ പുഷ് ബട്ടൺ ഉപയോഗിച്ചു. മോട്ടോർ നിർത്തുന്നതിന് നോർമലി ക്ലോസ് പുഷ് ബട്ടൺ ഉപയോഗിക്കുന്നു. ഓവർലോഡ് കറണ്ടിൽ നിന്ന് മോട്ടറിനെ സംരക്ഷിക്കാൻ OLR ഓവർലോഡ് റിലേ. ഫോർവേഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷൻ അമർത്തി മോട്ടോർ ഡയറക്ഷൻ മാറ്റുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനം ഒഴിവാക്കാൻ ഇന്റർലോക്ക് കോൺടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകൾക്കായി റിലേ കോൺടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. ഡെൽറ്റ കണക്ഷനേക്ക് സ്റ്റാർ സ്വയമേ മാറുന്നതിന് ടൈമർ റിലേ ഉപയോഗിക്കുന്നു. വികസിപ്പിച്ച കൺട്രോൾ സർക്യൂട്ട് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ലേഔട്ട് ഡയഗ്രാം വരച്ച് കൺട്രോൾ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്താം. റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റാനുള്ള കഴിവുള്ള ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായി ഒരു ലേഔട്ട് ഡയഗ്രാം വരയ്ക്കുക. ആവശ്യമായ ആക്സസറികൾ തിരഞ്ഞെടുത്ത് പരിശോധിക്കുക. കൺട്രോൾ പാനലിനുള്ളിലെ ലേഔട്ട് അടയാളപ്പെടുത്താൻ ഒരു സ്റ്റീൽ റൂളറും സ്ക്രൈബറും ഉപയോഗിക്കുക. ലേഔട്ട് ഡയഗ്രാം അനുസരിച്ച് ഡിൻ റെയിലുകളും റേസ് വേകളും അടയാളപ്പെടുത്തി മുറിക്കുക. ഫിക്സിംഗ് ഹോളുകൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തൽ അനുസരിച്ച് കൺട്രോൾ ആക്സസറികൾ, ഡിൻ റെയിലുകൾ, റേസ് വേകൾ എന്നിവ ഉറപ്പിക്കാൻ ഡ്രില്ലുകൾ ഉപയോഗിക്കുക. സ്ക്രൂകളും ബോൾട്ടുകളും ഉപയോഗിച്ച് ആക്സസറികൾ, റേസ് വേകൾ, ഡിൻ റെയിലുകൾ എന്നിവ ഫിക്സ് ചെയ്യുക. അവസാനമായി അടയാളപ്പെടുത്തലുകൾ അനുസരിച്ച് ഇൻഡിക്കേറ്റർ ലാമ്പ്, പുഷ് ബട്ടൺ, വയർ ക്ലിപ്പുകൾ എന്നിവയ്ക്കായി പാനലിന്റെ വാതിൽ ആവശ്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ ഡ്രില്ലുകൾ അടയാളപ്പെടുത്തി ഉപയോഗിക്കുക. റൊട്ടേഷന്റെ ദിശ മാറ്റിക്കൊണ്ട്
ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായുള്ള നിയന്ത്രണവും പവർ സർക്യൂട്ടും നമുക്ക് ഇപ്പോൾ ബന്ധിപ്പിക്കാം. ലേഔട്ട് അനുസരിച്ച് കൺട്രോൾ പാനലിൽ റിലേ കോൺടാക്റ്റുകൾ, പുഷ് ബട്ടണുകൾ, ഇൻഡിക്കേറ്റർ ലാമ്പുകൾ മുതലായവ പോലുള്ള നിയന്ത്രണ ആക്സസറികൾ ഫിക്സ് ചെയ്യുക. ലേഔട്ട് അനുസരിച്ച് കേബിൾ അളന്നു മുറിക്കുക. ലേഔട്ട് അനുസരിച്ച് ടെർമിനലുകളുടെ രണ്ടറ്റത്തും ഫെറിയൂൾ നമ്പർ ചേർക്കുക. എളുപ്പമുള്ള അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് അധിക നീളമുള്ള വയറുകൾ റേസ് വേയിൽ വിടുക. റേസ് വേകളിൽ വയറുകൾ ഓരോന്നായി ഇടുക. വയറുകളുടെ ക്രോസ് ഓവർ ഒഴിവാക്കുക. ക്രോസ് ഓവർ ഒഴിവാക്കാൻ വെർട്ടിക്കൽ വയറുകൾക്ക് മുകളിലൂടെ ഹൊറിസോണ്ടൽ റൺ നടത്താം. വയർ അറ്റങ്ങൾ കളയുക. അനുയോജ്യമായ ലഗുകൾ, തെമ്പിൾസ് ഉപയോഗിച്ച് ക്രിംപ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് പവർ കൺട്രോൾ സർക്യൂട്ടിന്റെ വയറുകൾ ബന്ധിപ്പിക്കുക. റേസ് വേകളിൽ വയറുകൾ റൂട്ട് ചെയ്യുക. കേബിൾ ബൈൻഡിംഗ് സ്ട്രാപ്പുകളും ബട്ടണുകളും ഉപയോഗിച്ച് റേസ് വേകളിൽ വയറുകൾ പഞ്ച് ചെയ്ത് കെട്ടുക. വയറിങ്ങിന് മുകളിലൂടെ PVC റേസ് വേയുടെ കവർ ഇടുക. റേസ് വേകൾ മറയ്ക്കുമ്പോൾ കേബിളിന്റെ ചതവ് ഒഴിവാക്കാൻ ആവശ്യമായ ശ്രദ്ധ പുലർത്തുക. ഹിഞ്ച്ഡ് വാതിലുകളിലൂടെ വയറുകളുടെ യു ലൂപ്പ് ഉണ്ടാക്കുക. ബഞ്ച് ചെയ്ത് വാതിലുകളിൽ കേബിൾ കെട്ടുക. പാനൽ ഡോറിൽ കേബിളുകൾ പിടിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ വയർ ക്ലിപ്പുകൾ ഫിക്സ് ചെയ്യുക. യു ലൂപ്പ് പാനൽ ഡോറിന്റെ ചലനത്തെയും അടയുന്നതിനെയും തടസ്സപ്പെടുത്തരുത്. ഡയഗ്രാമും ടെർമിനൽ വിശദാംശങ്ങളും അനുസരിച്ച് ഇൻകമിംഗ് ഔട്ട് ഗോയിങ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. കേബിളുകളിലെ സ്ട്രെയിൻ ഒഴിവാക്കാൻ ഗ്രോമെറ്റുകൾ ഉപയോഗിക്കുക. പാനൽ ഡോർ, കൺട്രോൾ ട്രാൻസ്ഫോമർ, മോട്ടറുകൾ എന്നിവ എർത്ത് ചെയ്യുക. ഒന്നിലധികം എർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കോമൺ എർത്ത് ടെർമിനലും സ്ട്രിപ്പും ഉപയോഗിക്കുക. പാനലിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുക. IR വാല്യൂ 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ ഉചിതമായ പരിഹാര നടപടി സ്വീകരിക്കുക. മോട്ടറിന്റെ മുഴുവൻ ലോഡ് കറണ്ടിന് അനുസൃതമായി OLR സജ്ജമാക്കുക. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കണക്ട് ചെയ്ത മോട്ടറിനായി കൺട്രോൾ പാനൽ പരിശോധിക്കുന്നതിനും റൊട്ടേഷന്റെ ഡയറക്ഷനിലെ മാറ്റം പരിശോധിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഘട്ടങ്ങൾ പാലിക്കാം. മോട്ടറിലേക്കുള്ള പവർ സപ്ലൈ ഓഫാക്കിയും പവർ സർക്യൂട്ട് ഐസൊലേറ്റ് ചെയ്തും സുരക്ഷ ഉറപ്പാക്കുക. കൺട്രോൾ പാനൽ കോമ്പോണന്റ്സ് പരിചിതം ആവുക. കൃത്യതയ്ക്കും സുരക്ഷതയ്ക്കും വയറിംഗ് കണക്ഷനുകൾ പരിശോധിക്കുക. സെലക്ടർ സ്വിച്ച് സ്റ്റാർ സ്ഥാനത്തേക്ക് സജ്ജമാക്കുക. ആദ്യം കൺട്രോൾ പാനലിന്റെ കൺട്രോൾ സർക്യൂട്ട് സപ്ലൈ മാത്രം ഓണാക്കുക. ഡിഫോൾട്ട് ഡയറക്ഷനിൽ മോട്ടോർ സ്റ്റാർട്ട് ആവാൻ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. ബന്ധപ്പെട്ട കോൺടാക്ടർ പിക്കപ്പ് ഉറപ്പാക്കുക. അതായത് ആദ്യം സ്റ്റാർ കോൺടാക്ടർ, തുടർന്ന് കുറച്ചു നേരത്തിന് ശേഷം ഡെൽറ്റ കോൺടാക്ട്. മോട്ടോർ ഓഫ് ചെയ്യാൻ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുക. മോട്ടറിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റാൻ റിവേഴ്സ് പുഷ് ബട്ടൺ അമർത്തുക. ബന്ധപ്പെട്ട കോൺടാക്റ്റുകൾ യഥാക്രമം പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ മോട്ടറിന്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയൂ എന്ന് ഓർക്കുക. സ്റ്റാർ ഡെൽറ്റ കോൺട്രാക്റ്റുകൾ ടൈമർ അനുസരിച്ച് എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കൺട്രോൾ സർക്യൂട്ട് തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മോട്ടറിന്റെ പവർ സർക്യൂട്ടിന്റെ മെയിൻ ഓൺ ആക്കുക. അവസാനമായി ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ പ്രവർത്തനം ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് പാനൽ ബോർഡ് പരിശോധിക്കുകയും ഇൻഡിക്കേഷൻസ് നിരീക്ഷിക്കുകയും ചെയ്യുക. ഡയറക്ഷൻ മാറ്റുവാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ചില ഉപയോഗങ്ങൾ. ടെക്സ്റ്റൈൽ വ്യവസായം പോലുള്ള ഒരു നിർമ്മാണ കേന്ദ്രത്തിൽ ഒരു കൺവെയർ ബെൽറ്റിന്റെ വേഗതയും ദിശയും നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റുന്ന ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ മറ്റൊരു ഉദാഹരണമാണ് എലിവേറ്റർ. ഈ സജ്ജീകരണത്തിൽ നമ്മൾ കൺട്രോൾ പാനലിന്റെ ലേഔട്ട് എങ്ങനെ നിർമ്മിക്കാം, കൂടാതെ മോട്ടറിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായി നിയന്ത്രണ ഘടകങ്ങളും വയറിംഗ് ആക്സസറികളും എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്ന് കണ്ടു. വരാനിരിക്കുന്ന സെഷനുകളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ഈ ആശയങ്ങൾ ഒരു അടിത്തറയായിരിക്കും. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.